ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ നഗറ്റ്സ് റെഡിയാക്കിയാലോ? ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വെറുതെ പുറത്തുനിന്നെല്ലാം വാങ്ങിയിട്ട് പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ അതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് മുറിച്ച് മാറ്റി വെക്കാം. ഇത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് റെഡിയാക്കാം. അത് നമുക്ക് ഏറ്റവും അവസാനമാണ് വേണ്ടത്. അപ്പോൾ ഇതിനായി നമ്മൾ ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് നമുക്കത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിക്കാം. മിക്സിയുടെ ജാറ് നല്ലോണം കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ വെള്ളപ്പറ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ മിക്സിയുടെ അകം നല്ലോണം തുടച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് പൊടിച്ചെടുക്കുക. അതിലേക്ക് നമുക്കൊരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി, അത് ഞാനിപ്പം 1 ടീസ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിന് എത്ര വേണോ അത്ര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഏകദേശം ഈ പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു കട്ടിംഗ് ബോർഡോ വേറൊരു പരന്ന പാത്രത്തിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തി കോലുകൊണ്ടോ ഒന്നിങ്ങനെ പരത്തിയെടുത്ത് കൊടുക്കാം. ഞാനിവിടെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് പരത്തിയെടുത്തത്. അപ്പം ആദ്യം കുറച്ച് എണ്ണ ഇതിലേക്ക് പരട്ടി കൊടുക്കാം, കട്ടിംഗ് ബോർഡിലേക്ക്, അതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പരത്തി വെച്ച ചിക്കൻ്റെ മിക്സില്ലേ, അത് നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പം കത്തിയിലേക്ക് കുറച്ചും കൂടി ഓയിൽ പരട്ടിയിട്ട് വേണം ഇതുപോലെ സ്ക്വയർ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ബ്രെഡ് മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അറ്റം സൈഡെല്ലാം ഭാഗം മുറിച്ചെടുത്തില്ലേ, അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഞാൻ ബ്രെഡ് ക്രംസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഞാനിത് വേസ്റ്റ് ചെയ്യേണ്ടല്ലോ വെച്ചിട്ട് ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ്റെ പീസ് മുട്ടയിലേക്ക് മുക്കിയെടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. അപ്പം ചെറിയ തീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ നഗറ്റ്സ്, ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നിങ്ങളിത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. താങ്ക്